ഇവിടെ ഈ നിലമ്പൂരിനെ ഒരു LSGDക്ക് എത്രത്തോളം വളരാൻ പറ്റും അത്രത്തോളം വളർത്തിയ ഭരണ നൈപുണ്യമുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥി. പക്ഷേ 16 ജയിച്ചില്ല. അല്ല, തെരഞ്ഞെടുപ്പിലെ പരാജയം മറ്റൊരു കാര്യം. അതിനുശേഷം അടുത്ത തവണ സീറ്റും കൊടുത്തില്ല. പക്ഷേ അൻവർ ഇപ്പോൾ പറയുന്നത് ഗുരുതരമായ ആരോപണങ്ങൾ. ഞാൻ പറയട്ടെ, അത് 2016 മുതൽ ഈ 2025 വരെ നിലമ്പൂരിൻ്റെ എല്ലാ സ്പന്ദനങ്ങളിലുമുള്ള ഒരു വ്യക്തിയാണ് ആര്യടൻ ഷൗക്കത്ത്. എന്ന് വെച്ചാൽ നിലമ്പൂരിൽ കവളപ്പാറയിൽ ദുരന്തമുണ്ടായപ്പോൾ, അതുപോലെ തന്നെ നിലമ്പൂരും എടക്കരയും ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്കമുണ്ടായ 2018, അതിനുശേഷം ഇപ്പോൾ ചൂരന്മലയിൽ മുണ്ടക്കയിൽ ഉരുളുപൊട്ടി അവിടെയുള്ള മനുഷ്യരൊക്കെ ചാലിയാറിലൂടെ വന്ന് പോത്തുകല്ലിൽ ഒഴുകി വന്നെത്തി, പിന്നീട് ഈ നിലമ്പൂർ ആശുപത്രിയിൽ അവരെ പോസ്റ്റ്മോർട്ടം ചെയ്ത് തിരിച്ചയക്കുമ്പോൾ, ഇങ്ങനെ തുടങ്ങി എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും ഈ നാടിൻ്റെ കൂടെ നിന്നിട്ടുള്ള വ്യക്തിയാണ് ആര്യടൻ ഷൗക്കത്ത്. അത് ഒരു ഫോട്ടോ കാണിച്ചുകൊണ്ട് തെളിയിക്കേണ്ട ആവശ്യമേ ഇല്ല. ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നവർക്ക് എന്തും ഉന്നയിക്കാം, പക്ഷേ ജനങ്ങൾക്കിടയിൽ ആര്യടൻ ഷൗക്കത്ത് ഉണ്ട്. ജനങ്ങളുടെ ഒരു മതിപ്പുമില്ലാത്ത അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തെക്കുറിച്ച്, എതിരാളികൾക്ക് അങ്ങനെ പറയാമല്ലോ. എതിരാളികൾക്ക് അങ്ങനെ എന്തും പറയാം. പോത്തുകല്ല് പഞ്ചായത്തിലെ വാണിയമ്പുഴ കോളനിയിലേക്ക് ഇന്നും പ്രവേശനമില്ലെന്ന് പറഞ്ഞാൽ പാലമില്ലാത്തതിനാൽ ഡയറക്റ്റ് അങ്ങോട്ട് എൻട്രി ഇല്ലാത്ത ഒരു പ്രദേശത്തേക്ക് നിരവധിയായി അവരെ സഹായിക്കുന്നതിന് ഈ ചെങ്ങാടം വഴി അവിടേക്ക് എത്തി ആ ജനതയുടെ കൂടെ എന്ന് നിൽക്കുന്നവരാണ്. ഞാൻ പറയുന്നത് ഇത് അവിടെയൊന്നുമില്ല. ഇവിടെ ഏറ്റവും അവസാനം കരുളായിൽ 2 ദിവസം മുമ്പ് കാട്ടാന വന്ന് ഭീഷണിപ്പെടുത്തിയ ആ കുടുംബത്തിനകത്തേക്ക് ഇലക്ഷന്റെ ഇടയിൽ പോലും ചെന്ന ഒരേ ഒരു നേതാവ് ആര്യടൻ ഷൗക്കത്താണ്. ആരും ചെന്നിട്ടില്ല. ഒരു ഞാൻ പോയിട്ടില്ല, സ്ഥാനാർത്ഥിയും പോയിട്ടില്ല. ഞാൻ പറയുന്നത് നിലമ്പൂരിലെ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയേക്കാൾ നിലമ്പൂരുകാരൻ എന്ന രീതിയിൽ എന്തുകൊണ്ടും ഈ നാടിനെ കൂടെ നിൽക്കുന്ന സ്ഥാനാർത്ഥിയാണ് ആര്യടൻ ഷൗക്കത്ത് എന്നുള്ളത് തെളിയിക്കാൻ. ഇവരെ ഒരു സംസാരം കേട്ടാൽ തോന്നും ഇത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണെന്ന്. ചെറുതാക്കരുത് ദയവേത്. നിങ്ങൾ ഇതേ മണ്ഡലത്തിൽ മലയാളം അറിയാത്ത സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്ന് രാജാവും രാജകുമാരനുമാണെന്ന് പറഞ്ഞ് മത്സരിപ്പിച്ചവരാങ്ങൾ. അന്ന് നിങ്ങൾക്ക് വേറൊരു ന്യായം, ഇന്ന് നിങ്ങൾക്ക് വേറൊരു ന്യായം. നിങ്ങൾ വെറും ലീഗാവരുത്, എനിക്ക് അത്രേ പറയാനുള്ളൂ. ഇങ്ങനെ ന്യായീകരിക്കാൻ മാത്രം ഗതികെട്ടവരുടെ ഒരു കൂട്ടായിട്ട് നിങ്ങൾ മാറിയത്. പിന്നെ സ്വരാജ് നിങ്ങൾ ഈ പറഞ്ഞ സമയത്ത് തൃപ്പൂണിത്തറയുടെ MLA നിങ്ങളുടെ മന്ത്രി ബാബുവിനെ തോൽപ്പിച്ച് അവിടെ MLA ആയി അവിടെ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരു മിടുക്കനായ MLA ആയി നിൽക്കുക. കേരളത്തിലെ യുവജന പ്രസ്ഥാനത്തെ ആകെ ഈ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമാക്കി അണിനിരത്തുന്ന ആളാ. ഇപ്പം ഞാൻ DYFIയുടെ ഭാഗമാണ്. അഷ്റഫ് അലി ഇതേപോലെ ഒരു കീ പോസ്റ്റിൽ ഇരിക്കുന്ന ആളാണെങ്കിൽ അദ്ദേഹത്തിന് സ്വന്തം വാർഡിലോ അല്ലെങ്കിൽ മണ്ഡലത്തിലോ എല്ലാ സമയത്തും ഇരുന്ന് രക്ഷാപ്രവർത്തനം നടത്താൻ പറ്റുമോ? ഇല്ല. ഞങ്ങളുടെ ഒരു സംഘടനാ രീതി എന്താ? നിങ്ങൾ ഈ അപകടമുണ്ടായ സമയത്തെല്ലാം എടുത്ത് പരിശോധിച്ചോ? എൻ്റെ മുമ്പിൽ ഇരിക്കുന്നതും പുറത്തുള്ളതുമായ സകല DYFIക്കാരും SFIക്കാരും അവരുടെ ജീവൻ പണയം വെച്ച് ഈ കവളപ്പാറയിലും ഈ നിലമ്പൂരിലും ഈ രക്ഷാപ്രവർത്തനത്തിൻ്റെ നേതൃത്വമായി നിന്നിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ രാഷ്ട്രീയമായ നേതൃത്വത്തിൻ്റെയും അതിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സംഘടനാ സംവിധാനത്തിൻ്റെയും മിടുക്ക. അതിൻ്റെ ഭാഗ സഖാവ് M സ്വരാജ്. അതാ സഖാവ് സ്വരാജ്. അല്ലാതെ സഖാവ് സ്വരാജ് വന്നിട്ട് ഇങ്ങനെ ഓരോ രക്ഷാപ്രവർത്തനത്തിനും ഇങ്ങനെ വന്ന് ഫോട്ടോഷൂട്ട് നടത്തി ഇങ്ങനെ ചെയ്ത് പാട്ടുപാടി പോകുന്ന ആളല്ല. അങ്ങനെ ചെയ്യുന്നതും ഞങ്ങളുടെ രീതിയും അല്ല. അല്ല, ഞാനും പറഞ്ഞോട്ടെ, സ്വരാജ് അതേ സമയത്ത് വന്നു, നോക്കേണ്ട സമയത്ത് നോക്കി, എന്താണ് അവിടുത്തെ പ്രശ്നങ്ങൾ എന്ന് മനസ്സിലാക്കി ഇടപെടേണ്ടത് ഇടപെടിപ്പിക്കുകയും പാർട്ടി സംവിധാനങ്ങളെയും യുവജന സംവിധാനങ്ങളെയും ഒക്കെ കൃത്യമായി കൂട്ടിയോജിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്.